അമേരിക്കയുമായി വ്യാപാര സംഘർഷത്തിലാണ് കാനഡ. ഈ സമയത്താണ് ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അടുത്ത മാസം നടക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ കാനഡക്കാർ വോട്ട് ചെയ്യും. ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി മാർക്ക് കാർണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. വളർന്നുവരുന്ന ലിബറൽ പാർട്ടിയുടെ ശക്തമായ പിന്തുണ നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. കാനഡയും യുഎസും തമ്മിലുള്ള ബന്ധം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവകൾക്കും കാനഡയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുമെന്ന ഭീഷണികൾക്കുമെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ വോട്ടർമാർ ശക്തമായ നേതൃത്വത്തെയാണ് തെരഞ്ഞെടുക്കാൻ സാധ്യത. 5 ആഴ്ച നീണ്ടുനിൽക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഏപ്രിൽ 28 തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കാനഡയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ 37 മുതൽ 51 ദിവസം വരെ നീണ്ടു നിൽക്കാം. പ്രധാനമന്ത്രി മാർക്ക് കാർണി ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം നിയമം അനുവദിക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയമായിരിക്കും ഈ വർഷത്തെ പ്രചാരണം. കാനഡയിൽ 343 ഫെഡറൽ ഇലക്ടറൽ ഡിസ്ട്രിക്റ്റുകളുണ്ട്. അവ റൈഡിംഗ്സ് എന്നറിയപ്പെടുന്നു. യോഗ്യരായ വോട്ടർമാർക്ക് അവർ താമസിക്കുന്ന റൈഡിംഗിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്താം. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായമാണ് കാനഡ ഉപയോഗിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥി മൊത്തം വോട്ടുകളുടെ പകുതിയിൽ കൂടുതൽ ലഭിച്ചില്ലെങ്കിൽ പോലും റൈഡിംഗിൽ വിജയിക്കുന്നു. വിജയികൾ പാർലമെന്റ് അംഗങ്ങളായി മാറുകയും ഹൗസ് ഓഫ് കോമൺസിൽ അവരുടെ സീറ്റുകൾ നേടുകയും ചെയ്യും. കാനഡയിൽ ഹൗസ് ഓഫ് കോമൺസിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന പാർട്ടിയാണ് സാധാരണയായി സർക്കാർ രൂപീകരിക്കുന്നത്. ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ നിയമങ്ങൾ പാസാക്കാൻ മറ്റ് പാർട്ടികളുടെ കൂട്ടുകൂടാം. വിജയിക്കുന്ന പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രിയാകും. പ്രധാനമന്ത്രിക്ക് നേരിട്ട് വോട്ട് ചെയ്യുന്ന രീതി കാനഡയിലില്ല. കാനഡയിൽ തെരഞ്ഞെടുപ്പിൽ 4 പ്രധാന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഒന്ന് ലിബറൽ പാർട്ടിയാണ്. 2015 മുതൽ അധികാരത്തിലുള്ള പാർട്ടിയാണ്. കഴിഞ്ഞ തവണ 152 സീറ്റുകൾ ലിബറൽ പാർട്ടിക്ക് ലഭിച്ചിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ ആണ് നയിച്ചതെങ്കിലും മാർച്ച് 14 അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. ഇപ്പോൾ മാർക്ക് കാർണിയാണ് ലിബറൽ പാർട്ടിയുടെ നേതാവ്. കൺസർവേറ്റീവ് പാർട്ടിയാണ് മറ്റൊന്ന്. 120 സീറ്റുകളുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണിത്. ജനകീയ വീക്ഷണങ്ങൾക്ക് പേരുകെട്ട പിയറി പൊയ്ലീവറയാണ് കൺസർവേറ്റീവ് പാർട്ടിയെ നയിക്കുന്നത്. മറ്റൊന്ന് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. 24 സീറ്റുകൾ നേടിയ ജഗ്മീത് സിംഗ് നയിക്കുന്ന ഇടതുപക്ഷ ചായ്വുള്ള പാർട്ടിയാണിത്. മുമ്പ് NDP ട്രൂഡോയുടെ ലിബറൽ സർക്കാരിനെ പിന്തുണച്ചിരുന്നു. നാലാമത്തേത് ബ്ലോക്ക് ക്യൂബെക്കോയിസ് ആണ്. ക്യൂബെക്കിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണിത്. യെവ്സ് ഫ്രാങ്കോയിസ് ബ്രാഞ്ചറ്റാണ് നേതാവ്. നിലവിൽ ഇവർക്ക് 33 സീറ്റുകളുണ്ട്. 2 സീറ്റുകളുള്ള ഗ്രീൻ പാർട്ടി ഓഫ് കാനഡയുമുണ്ട്. പക്ഷേ അവർക്കധികം വോട്ടുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കൺസർവേറ്റീവുകൾക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും കാനഡയ്ക്കെതിരായ ട്രംപിന്റെ ഭീഷണികൾ, ട്രൂഡോയുടെ രാജി, മാർക്ക് കാർണി ലിബറൽ നേതാവായി മാറിയതൊക്കെ കാര്യങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിബറലുകളും കൺസർവേറ്റീവുകളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതായാണ് റിപ്പോർട്ട്. ഞായറാഴ്ച നടന്ന CBC ന്യൂസ് പോൾ ട്രാക്കർ പ്രകാരം ലിബറലുകൾക്ക് 37.5% പിന്തുണയുണ്ടെന്നാണ് റിപ്പോർട്ട്. കൺസർവേറ്റീവുകൾക്ക് 37.1%, NDP 11.6%, ബ്ലോക്ക് ക്യൂബെക്കോയിസ് 6.4%, ഗ്രീൻസിന് 3.8% എന്നിങ്ങനെയാണ് നിലവിലെ പിന്തുണ. ലിബറലുകളും കൺസർവേറ്റീവുകളും തുല്യനിലയിലാണെന്നാണ് CBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിലും ലിബറൽ പാർട്ടി വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് പിയറി പൊയ്ലീവറയും കൺസർവേറ്റീവുകളും 2025 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർന്ന പലചരക്ക്, ഭവന ചെലവുകൾ പോലുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളും കാനഡയെ 51ാമത്തെ സംസ്ഥാനമാക്കുമെന്ന അദ്ദേഹത്തിന്റെ ഭീഷണിയും തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വിഷയമായി മാറിയിട്ടുണ്ട്. ട്രംപിനെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാനും യുഎസുമായുള്ള കാനഡയുടെ ബന്ധം സംരക്ഷിക്കാനും ഏത് പാർട്ടിക്കാണ് കഴിയുക എന്നതായിരിക്കും വോട്ടർമാരുടെ ഏറ്റവും വലിയ ചോദ്യമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ട്രംപിന്റെ നയങ്ങളെക്കുറിച്ചുള്ള കനേഡിയന്മാരുടെ ആശങ്കകൾ തങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും കാനഡയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്നും എല്ലാ പ്രധാന പാർട്ടി നേതാക്കളും നിലവിൽ പ്രതികരിച്ചിട്ടുണ്ട്.